ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സ്ഥലമാവും അല്ലേ. അപ്പോൾ ഇന്ന് ഞാനും ഉണ്ണിയും കൂടി ഗുരുവായൂർ വന്നിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കണ്ണനെ കാണാതെ എങ്ങനെയാണല്ലേ കല്യാണം കഴിക്കാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ വന്നു കേട്ടോ. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ തന്നെ അവിടെ എത്തി പ്രാർത്ഥിച്ചു. അകത്ത് കയറാൻ പറ്റില്ല എന്നുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് അന്ന് ഒരു എന്താ പറയുക, ഒരു 10 o'clock 11 o'clock കൂടി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലൊന്ന് വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ വന്നതാണ്. പക്ഷേ ഞങ്ങൾ വന്ന സമയം, അകത്ത് കയറിയ സമയം കറക്റ്റ് ശീവേലിയുടെ സമയമാണ്. അപ്പോൾ ഈ പ്രദക്ഷിണം വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഗുരുവായൂരപ്പനെ നല്ല രീതിക്ക് കണ്ട് തൊഴാനായിട്ട് പറ്റിയിട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അന്ന് നമ്മൾ മോർണിംഗ് ഒരു 10 o'clock ശേഷം ഈവനിങ് വരെ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. നിങ്ങൾ ഷോപ്പിംഗ് വ്ളോഗ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും മേമയും ഉണ്ണിയും കൂടി എരുമപ്പെട്ടി പോകാൻ ഇറങ്ങിയതാണ്. നമ്മുടെ സാരിയൊക്കെ റോൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങണം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷനുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 days മുന്നേ തന്നെ അവർ ഇവിടെ ഡെക്കറേഷൻ ചെയ്തു വെച്ചു. പിന്നെ നമ്മുടെ റിസപ്ഷനും പിന്നെ അവർക്ക് വേറെ എന്തോ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തലേദിവസം ചെയ്താൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാൽ മതിയല്ലോ എന്നുള്ളത് കൊണ്ട് അവർ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ എരുമപ്പെട്ടി പോയിട്ട് എൻ്റെ സാരി റോൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തലേദിവസമൊക്കെ ആൾക്കാർ സാരി കാണാനായിട്ട് വരുമല്ലോ, നൈബേഴ്സും റിലേറ്റീവ്സും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി അവർ പേപ്പറിലാണ് റോൾ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അവർക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മളൊരു പ്ലാസ്റ്റിക് റോള് ചെയ്യാനായിട്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ റോൾ ചെയ്ത് വെക്കാനാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ ഉണ്ണിയാണ് കേട്ടോ, ഉണ്ണിയുടെ കൈകളാണ്. ഉണ്ണി കണ്ടില്ല, ആദ്യം തന്നെ മെഹന്തിയൊക്കെ ഇട്ട് റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. ഞാൻ മെഹന്തി ഇട്ടിട്ടില്ല, ഇന്ന് വീട്ടിലെത്തിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സാരി റോൾ ചെയ്തത് കേട്ടോ. അങ്ങനെ അതും വാങ്ങി ഞാനും മാമിയും ഉണ്ണിയും കൂടി വീണ്ടും തിരിച്ചു വരുമ്പോൾ ഓഡിറ്റോറിയത്തിൽ കയറി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസത്തെ ചെറിയൊരു സംഗീത് പ്രോഗ്രാം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാക്ക് ഡ്രോപ്പാണ് കേട്ടോ യൂസ് ചെയ്തത്. ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ തന്നെ വേണ്ടാന്നുള്ളത് കൊണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മുടെ പണിയാണ് മെഹന്തി ഇടൽ ചടങ്ങ്. സോ നമ്മൾ അതിലേക്ക് ഇരിക്കുകയാണ്. എനിക്ക് മെഹന്തി ഇട്ട് തരുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ, സുരഭി എന്നാണ് പേര്. ഞാൻ ചുരു എന്ന് വിളിക്കും. നമ്മുടെ ഉണ്ണിയുടെ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ മെഹന്തി ഇടാനായിട്ട് തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ചെറിയൊരു ദക്ഷിണ വെച്ചപ്പോൾ അവൾ വേണ്ടാം ചേച്ചി എന്നൊക്കെ പറയാను കേട്ടോ. അപ്പം ഞാൻ സാരില്ല, അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ തകൃതിയായി ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബിക്കോസ് എല്ലാവർക്കും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെല്ലാവരും ഞാൻ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാണ്. ഞാൻ കുറച്ച് നേരം അത് കാണാനും വന്നു കേട്ടോ, ബിക്കോസ് ചുരും കളിക്കാൻ വേണ്ടി പോയപ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ തലേ ദിവസം ആക്ച്വലി കുറേ ഗ്രൂപ്പായിട്ട് എല്ലാവരും കളിച്ചിരുന്നു. അതായത് ഇവരിപ്പോൾ എൻ്റെ നാട്ടിലുള്ളവരാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ ഇതിൽ ഞങ്ങളുടെ ആകെ കൂടിയുള്ള ആൺതരി പൊന്നു, പിന്നെ പൊന്നുൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു. പിന്നെ എൻ്റെ കസിൻസ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എൻ്റെ CMA ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എൻ്റെ സ്റ്റുഡൻസ് മക്കൾ അവർ കുഞ്ഞു കുട്ടികളൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എൻ്റെ ഡാൻസർ ഫ്രണ്ട്സ് അവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല, ബട്ട് സ്റ്റിൽ അവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വരുന്നവരും എല്ലാവരും കൂടി മിക്സ് ആയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാം. അത് നാളത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവരുടെ പ്രാക്ടീസ് ഒന്ന് കണ്ടിട്ട് വരൂ, തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. സോ ഗായ്സ്, നമ്മൾ എത്ര മണിക്ക് തുടങ്ങിയതാണ്? ഏകദേശം ഒരു 8 മണിക്ക് തുടങ്ങിയ പരിപാടി ഇപ്പൊ നടന്നു പോകുന്നത്. നമ്മൾ ഇതാ പ്രസന്റ്ലി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ സമയം എത്രയെന്നറിയോ? 12:30. എത്ര മണിക്കൂറത്തെ പ്രയത്നമാണ് നോക്കൂ. നമ്മള് 8 മണിക്ക് തുടങ്ങി, 9. സോ നമ്മൾ സൂപ്പറായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ പൊളിച്ചടങ്ങി എന്ന് തന്നെ പറയാം. തൊട്ടിട്ടില്ല ഗൈസ്. ബാക്കിൽ ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ്.
അപ്പോൾ ഉണ്ണിയുടെ വ്ളോഗിങ് ഇങ്ങനെ ഉണ്ട്, തകർത്തില്ലേ? അങ്ങനെ അവരൊക്കെ നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കലൊക്കെ നടന്നു, അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ എൻ്റെ കൂടെ നീലി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നീലി എൻ്റെ ഒപ്പം ഓഫീസിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഓഫീസിൽ. അപ്പോൾ അവളും ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ നോക്കുമ്പോൾ ഒരു വീഡിയോസിൽ അവളെ കാണാനല്ലേ, ബിക്കോസ് അവളാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീലിനെ ഞാൻ എവിടെയെങ്കിലും ഇനിയും വെഡിങ്ങിൻ്റെ ഇതിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇവർ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. പൊന്നു ഓരോ ട്രിപ്പായിട്ട് അവരെ തന്നെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ലൈറ്റ്സിൻ്റെ ഭംഗിയൊക്കെ നീലി കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ലൈറ്റ്സ് 2 ദിവസം മുന്നേ ഒക്കെ തന്നെ ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങളും വന്ന് ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ഇനി നമുക്ക് തലേ ദിവസം നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസമായി കേട്ടോ. അപ്പോൾ ഞാനും മേമയും കൂടി അച്ഛൻ്റെ തറവാട്ടിൽ വന്നിരിക്കുകയാണ്, അതായത് അച്ഛൻ്റെ ചെറിയമ്മയുടെ വീട്ടിൽ. അമ്മ ക്ഷണിക്കാൻ പോകുന്നതിൽ ഞാൻ വല്യമ്മ എന്ന് പറഞ്ഞിരുന്നു ആ ഒരു ലാസ്റ്റ് വ്ളോഗിൽ, പക്ഷേ വല്യമ്മയല്ല കേട്ടോ, ചെറിയമ്മയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് രാവിലെ തന്നെ എത്തിയത് എന്താ വെച്ചാൽ പാമ്പുംകാവിൽ പോകാനായിട്ടായിരുന്നു, പാമ്പുംകാവിൽ തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പാമ്പുംകാവിലൊക്കെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി. തറവാടിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്തിരി നടക്കാനുണ്ട് കേട്ടോ പാമ്പുംകാവിലേക്ക്. അപ്പോൾ ഞങ്ങൾ തൊഴുത് ഇറങ്ങുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ വരണ വഴിയോടെ ഒരു മനയുണ്ട്, ഞാൻ അവിടെ ഒരു വീഡിയോ ഒക്കെ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മെഹന്തിയുടെ ഭംഗിയോടുകൂടി ഞാൻ മനയൊക്കെ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു മാർച്ചിൽ തന്നെ. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ജസ്റ്റ് ചായ കുടിച്ചു വേഗം തന്നെ ഇറങ്ങി. പിന്നെ നമുക്ക് അവിടെ തന്നെ പുതുക്കുളങ്ങരക്കാവിലും കൂടി തൊഴണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം അമ്പലത്തിലും പോയി തൊഴുതിട്ട് വീട്ടിലെത്തി. അപ്പോൾ തലേന്ന് ഒരു ഉച്ച ആയപ്പോഴേക്കും എൻ്റെ സ്വന്തം ഫ്രണ്ട്സ് എത്തിയിരിക്കുന്നു ഗൈസ്. എൻ്റെ സെയിം ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇത്. എല്ലാവരും എത്തിയിട്ടില്ലേ, 2-3 പേരും കൂടി വരാനായിട്ടുണ്ട്. 2-3 പേരെന്നല്ല, കുറേ പേര് വരാനുണ്ട്. പക്ഷേ ഇവരൊക്കെ ആയിരുന്നു തലേദിവസം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ തലേദിവസം തന്നെ സ്റ്റേ ചെയ്തു, ബിക്കോസ് തലേദിവസം ഫംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് ഇവർക്ക് പോകാൻ ദൂരമുണ്ട്, തൃശ്ശൂരല്ലേ. ഇതൊക്കെ വെറും ഷോ ഓഫ് ആണ് കേട്ടോ. ഒരുവിധം പേരൊക്കെ തൃശ്ശൂർ, പിന്നെ 2 പേര് വയനാട് അങ്ങനെയൊക്കെ ഉണ്ട്, ഇരിങ്ങാലക്കുട അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മളൊരു വീട് അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ ഇത് മാളൂട്ടനാണ്, ദീപക് എന്നാണ് പേര്, ഞങ്ങൾ മാളൂട്ടൻ എന്ന് വിളിക്കും. അപ്പോൾ അവനോട് ചോദിക്കുകയാണ് ലാസ്റ്റ് മിനിറ്റിൽ, ഇപ്പോഴും നടക്കും ഓടാൻ സമയമുണ്ട്, കല്യാണം വേണ്ടോ വേണ്ടേന്ന് ഇപ്പൊ തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവരുടെ സെറ്റ് ഓഫ് ഡാൻസ് ആയി കേട്ടോ. ഇവർ ഓൾമോസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നു. എനിക്ക് ഒരു ടീമിൻ്റെയും ഒന്നും അറിയണ്ടായിരുന്നില്ല, എന്നാൽ എല്ലാ ടീമിലും ഞാൻ കളിക്കേണ്ടത്, അതായിരുന്നു എൻ്റെ അവസ്ഥ. എന്നിട്ട് ഇവരപ്പോൾ വന്ന് എന്നെ പഠിപ്പിച്ചതാണിത്. ഇവരൊക്കെ ഓൺലൈൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ വടക്കുന്നാഥൻ്റെ റൗണ്ടിലൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. പിന്നെ ദീപകിൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്, അപ്പോൾ അങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയി പ്രാക്ടീസ് നടന്നിരുന്നു. ഇപ്പം എല്ലാവരും കൂടി ഇപ്പോഴാണ് കളിക്കുന്നത്. സ്റ്റിൽ ഇനിയും ആൾക്കാർ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ പഠിച്ചത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇടയിലൊക്കെ. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് സെഷൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് വോയിസ് ഇടാൻ പറ്റില്ല, അറിയാലോ, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. നാളത്തെ വീഡിയോ, അതായത് സംഗീതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ദീപക്കേട്ടനും രാഖിലേട്ടനും എത്തി. പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യണം, ബിക്കോസ് അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നിടത്ത് ഫുഡ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇവർ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവർ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ഞാൻ എന്തൊക്കെയോ ഒരു അവിൽ പരുവത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്, ബിക്കോസ് എനിക്കിനി മേക്കപ്പ് ചെയ്യാതിരിക്കണം. ദക്ഷിണയുടെ മേക്കപ്പ് ചെയ്യാൻ 2 മണിക്ക് തുടങ്ങണം പറഞ്ഞതാണ്, നമ്മൾ 3 മണിയായി തുടങ്ങിയപ്പോൾ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അവിടുത്തെ ഡാൻസസ് ഞാൻ പഠിച്ചിരുന്നില്ല, തലേ ദിവസം ജസ്റ്റ് ഒന്ന് പഠിച്ചു എന്നേ ഉള്ളൂ മെഹന്തി ഇടുമ്പോൾ. അപ്പോൾ അതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ നാട്ടിലെ ഫ്രണ്ട്സ് കളിക്കുന്ന ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയ ഒരാളെ കാണാം, ഈ കടന്ന് വീഡിയോ എടുക്കുന്ന ആൾ മിററിൽ കാണുന്നുണ്ടോ, അതാണ് നീലി. അവളെ വേറെ എവിടെയും കാണുന്നില്ല, ഞാൻ ഇനി ശരിക്കും കാണുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളിതാ അവിടുന്ന് പ്രാക്ടീസ് മാറ്റി, അവിടെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് പ്രാക്ടീസ് മാറ്റി. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ് കേട്ടോ, മോനേട്ടൻ്റെ വീടാണ്. അപ്പോൾ അവിടേക്ക് ആക്കി കേട്ടോ പ്രാക്ടീസ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ വീഡിയോയുടെ വോയിസ് കേൾക്കാൻ പറ്റില്ല, അത് മിസ് ചെയ്യും ശരിക്കും, ബിക്കോസ് ഞങ്ങൾ എല്ലാവരും കൂടിയ അങ്ങനെ ഒരു ആർത്ത് ഉല്ലസിച്ച് ചിരിയാണ്. ഞാൻ ആക്ച്വലി ഇടയ്ക്ക് ആ ചിരി മിസ് ചെയ്യും. ആക്ച്വലി നമ്മുടെ ആ ഗ്രൂപ്പ് വരുമ്പോഴാണ് അങ്ങനെ ഒരു അട്ടഹസിച്ചിട്ടുള്ള ചിരി പറ്റുള്ളൂ. ഞങ്ങളെ ക്ലാസ്സിലൊക്കെ ഇപ്പോഴും ഈ ഒരു ചിരി ടീമായിട്ടാണ് കേട്ടോ കൺസിഡർ ചെയ്യാറ്. നമ്മൾ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരിക്കും, ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുന്ന് ചിരിക്കാനുള്ള അവസരം വന്നാൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ചിരിക്കും. അപ്പോൾ ഒരു 3 മണി വരെയൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാൻ വേഗം വീട്ടിലോട്ട് പോയി കേട്ടോ. ഇവരും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷൻ അപ്പ് ആവാനായിട്ട് ഇവരും പോയി. നമുക്ക് റെഡി ആവണമല്ലോ, എനിക്കിനി ദക്ഷിണ ഉണ്ട്, അത് കഴിഞ്ഞ് വേണം സംഗീതനും റെഡി ആവാൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.